പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോ പിണറായി മന്ത്രിസഭയില് ഒരു പക്ഷേ രണ്ടാം മന്ത്രിസഭയിലാണെങ്കിലും ശരി, ആദ്യത്തേതാണെങ്കിലും ശരി, ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ ഒരു മന്ത്രി, അതും ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്, നേരിട്ട് ഒരു വ്യക്തിക്ക് വേണ്ടി പരാതി കൊടുക്കുവാണ് എസ് പിക്ക് നേരിട്ട്. പത്രവാർത്ത നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും. എന്നാലും നമുക്ക് ആ പത്രവാർത്ത ഒന്നുകൂടി കാണാം, വായിക്കാം. ഇന്നത്തെ പത്രവാർത്തയാണ്. പൊതുവാർത്തകൾ എന്നതിലെ 10ാമത്തെ പേജിലാണ്, കോഴിക്കോട് എഡിഷനാണ്. മന്ത്രിക്കും ഭാര്യയ്ക്കുമെതിരെ വ്യക്തിഹത്യ. ജാമിദ ടീച്ചർക്കെതിരെ പോലീസ് കേസെടുത്തു. ഒരു കാര്യം ഉറപ്പാണ്, കോടതിയിൽ ചെല്ലുമ്പോൾ ഇത് പൊട്ടിപ്പാളീസായി പോകും. കാരണം ഞാൻ ഇതിനകത്ത് വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ല, വ്യക്തിപരമായ പരാമർശം ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് മന്ത്രിക്കും ഭാര്യയ്ക്കുമെതിരെ എന്നാണ്. ഭാര്യയെ കുറിച്ചിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. എനിക്കോ കൊയിലാണ്ടി മന്ത്രി PA മുഹമ്മദ് റിയാസിനും ഭാര്യയ്ക്കുമെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്തി എന്ന പരാതിയിൽ സാമുദായിക അനാചാരങ്ങൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ ശക്തമായി പ്രതികരിക്കുന്ന ജാമിദ ടീച്ചർക്കെതിരെ കൊയിലാണ്ടി പോലീസ് കേസെടുത്തു. KPA പ്രകാരം 755/24 അണ്ടർ സെക്ഷൻ 198 BNS, അതായത് ഭാരതീയ ന്യായ സംഹിതയുടെ പുതിയ നിയമപ്രകാരമാണ് കേസ്. BNS/120(O) ഈ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. ലഹളയുണ്ടാക്കണമെന്നും ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയും മന്ത്രി മുഹമ്മദ് റിയാസിനെ പറ്റിയും ഭാര്യയെ പറ്റിയും ജാമിദ ടീച്ചർ ഫേസ്ബുക്കിലൂടെ അപകീർത്തിപരമായ പരാമർശങ്ങൾ പോസ്റ്റ് ചെയ്തു എന്നാണ് പോലീസ് കേസ്. മന്ത്രി SP-ക്ക് നൽകിയ പരാതി പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. അപ്പോ മന്ത്രി നേരിട്ടാണ് കേസെടുത്തത്. അതല്ല, നമ്മുടെ മന്ത്രി 6 മാസം പുറകോട്ടാണോ യാത്ര ചെയ്യുന്നത്? 6 മാസങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു പരാമർശം, ഒരു വീഡിയോ തന്നെയുമല്ല, അത് ഞാൻ പറഞ്ഞതുമല്ല. നമ്മുടെ പെൻഷനു വേണ്ടി പിച്ചച്ചട്ടിയും എടുത്ത് തെരുവിലേക്ക് ഇറങ്ങി ഒരു മന്ത്രിസഭയെ മുഴുവനും പിടിച്ചു കുലുക്കുകയും കേരളക്കരയെ അസാമാന്യ ശേഷിയോടുകൂടി ചിന്തിപ്പിക്കുകയും ചെയ്ത ആ വൃദ്ധയായ സ്ത്രീ ഉണ്ടല്ലോ, മറിയക്കുട്ടി ചേട്ടത്തി, കേരളത്തിന്റെ സ്വന്തം പുത്രിയാണ് അവര് പറഞ്ഞ വാക്കുകൾ മാത്രമാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഇതിനകത്ത് 2 മതവിഭാഗങ്ങൾ തമ്മിൽ ലഹളയുണ്ടാക്കാൻ എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത്, ഒരു വിഭാഗം ഞാനും റിയാസുമാണ്. ഞങ്ങൾ 2 പേരും ബൈ ബർത്ത് ഇസ്ലാം മതവിശ്വാസികളാണ്. ഇനി മറ്റേ മതമേതാ? വീണയുടെ മതത്തെ കൂടി ഇതിനകത്ത് പിടിച്ചാലേ കേസ് ബലക്കുന്നുണ്ടല്ലേ. നിസാം, എന്നെ വല്ലാതെ ഉറക്കണ്ട. ആദ്യം നീ പോയങ്ങ് ഉറങ്ങ്. എടാ, അവനവൻ ഒരു കാര്യം ചെയ്തിട്ടല്ലടാ പറയേണ്ടത്. ആദ്യം നീ പോയി കിടന്ന് ഉറങ്ങടാ. നീ എന്തിനാടാ എന്നെ ഉറക്കാൻ നിൽക്കുന്നേ? എനിക്ക് ഉറക്കം വരുമ്പോ ഞാൻ ഉറങ്ങിക്കോളാം. പിന്നെ നിങ്ങളുടെ മലക്കുൽ മൗത്ത് ഉണ്ടല്ലോ, അയാൾ വന്ന് വിളിക്കുമ്പോൾ ഞാൻ ചാവുകയും ചെയ്തോളാം. എന്നെ കൊല്ലാനും ഉറക്കാനും ഒക്കെ ആയിട്ട് കുറെ എണ്ണം ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുവാണ്. ഇരിക്കട്ടെ. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം, ഇവിടെ മതസ്പർദ്ധയാണ് ഇവരെല്ലാവർക്കും എതിരെയും എടുത്ത് പ്രയോഗിക്കുന്ന ഒരു വകുപ്പ്. ഇങ്ങനെ എതിർ ശബ്ദങ്ങളെയൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ? കുറച്ച് ദിവസങ്ങളായിട്ട് ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റുകളിലൂടെയും കുറച്ച് പരുഷമായും
രൂക്ഷമായിട്ടുമുള്ള ഖുർആൻ വചനങ്ങളും ഹദീസുകളും റഫറൻസ് സഹിതം എഴുതേണ്ടി വന്നു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആയുസ് കുറവാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. കുറേയായി ഇതൊക്കെ എഴുതി 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 സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ ഇനി ഇത് ഇടാൻ ഒരു പക്ഷേ ജനങ്ങളെ അറിയിക്കാൻ സാഹചര്യം ലഭിച്ചിട്ടില്ലെങ്കിലോ? അതുകൊണ്ട് അത് ജനങ്ങളെ അറിയിക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും അല്ല എനിക്ക് സംസാരിക്കാനുള്ളത്. എന്റെ സമുദായത്തിലെ തെറ്റിദ്ധരിക്കപ്പെട്ട ജനവിഭാഗങ്ങളോട് ചില യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും മതഗ്രന്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഇത്തരം വസ്തുതകൾ പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് എന്റെ കടമയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് എനിക്ക് നിരന്തരം ഈ വിഷയങ്ങളുമായി നിങ്ങളോട് കലഹിക്കേണ്ടി വരുന്നത്. ഞാൻ പതിവ് പോലെ വീണ്ടും അത് തന്നെ പറയുന്നു. നാളെ നേരം വെളുപ്പിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. എന്ത് സംഭവിച്ചാലും ശരി, ആരൊക്കെ ആയിരിക്കും അതിന് ഉത്തരവാദികൾ എന്ന് ഇതിനോടകം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഞാൻ വിവരങ്ങൾ പങ്കുവെച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ലവലേശം ഭയവുമില്ല. ഇന്ന് കർമ്മ ന്യൂസിലെ മാത്യു സാറ് ചോദിച്ചു, ഭയമില്ലേ? എതിർഭാഗത്തുള്ളത് ഏത് രൂപത്തിലുള്ള ആളുകളാണെന്ന് അറിയാമല്ലോ. മന്ത്രിമാരൊക്കെ നേരിട്ടാണ് എസ് പിക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. ഇനി രക്ഷപ്പെടുമെന്ന് വല്ല ഉദ്ദേശവും ഉണ്ടോ എന്ന് ചോദിച്ചു. രക്ഷപ്പെടുക എന്നത് ഇവിടുത്തെ വിഷയമേ അല്ല. കോടതിയെ ചില വിഷയങ്ങളൊന്ന് ധരിപ്പിക്കണം. പബ്ലിക്കിനോട് സോഷ്യൽ മീഡിയകളിലൂടെ ചില വസ്തുതകൾ തുറന്നു പറയണം. അതായത് ഇത്രയും കാലം മതപുരോഹിതർ ഇത്തരം ഖുർആൻ വചനങ്ങളും ഹദീസുകളും ഒളിപ്പിച്ചു വെച്ച് മുസ്ലിം ജനതയെ മാത്രമല്ല ഈ നാടിന്റെ മതേതരത്വത്തെ വഞ്ചിക്കുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം തുറന്നു പറയാൻ ഒരു അവസരം ദയവായി എനിക്ക് നൽകണം. ഈ കേസ് കോടതിയുടെ ഫയലിൽ എത്തണം. എനിക്ക് ചില കാര്യങ്ങൾ ഈ നാടിനോട് വിളിച്ചു പറയാനുണ്ട്. റഫറൻസ് ഇല്ലാതെ തോന്നിയതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ എന്നെ ശിക്ഷിക്കാൻ പറ്റൂ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ലവലേശം ഭയവുമില്ല. ഇവിടെ നമ്മുടെ മുക്രിയാസു മന്ത്രിയെ നല്ല രൂപത്തിൽ എടുത്തിട്ട് കൊടഞ്ഞത് മറിയക്കുട്ടി ചേട്ടത്തിയാണ്. ക്രൈം നന്ദേട്ടനാണ് ആ ചേട്ടത്തിയുമായിട്ട് ഒരു ഇന്റർവ്യൂ വെച്ചിരിക്കുന്നത്. അവര് രണ്ടുപേരും തമ്മിലുള്ള അഭിമുഖ സംഭാഷണത്തിനിടയിൽ അവര് പറഞ്ഞ വസ്തുതകൾ വാർത്തയാക്കിയാൽ അവരുടെ കൂടെ നല്ല ഒരു വിഭാഗം രാഷ്ട്രീയക്കാരുണ്ടല്ലോ, അവരെ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എനിക്കാകുമ്പോൾ ഒരു രാഷ്ട്രീയ പിന്തുണയില്ല, ഒരു മതവിഭാഗത്തിന്റെ പിന്തുണയില്ല, മതമില്ലാത്ത വിഭാഗത്തിന്റെ പിന്തുണയില്ല, കുടുംബത്തിന്റെ പിന്തുണയില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇനിയും മാൻ പവറോ മണി പവറോ പൊളിറ്റിക്കൽ പവറോ ഇവര് വിചാരിക്കുന്ന ഒരു പവറും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോ എനിക്കിട്ട് തന്നെ താങ്ങാം. ഒന്നാമത്തെ കാര്യം, മുക്രിയാസിന്റെ വിഷമം എന്താണെന്ന് നമുക്കറിയാം. ഇസ്ലാമിക പ്രമാണങ്ങളെ ഈ രൂപത്തിൽ എടുത്തിട്ട് അലക്കുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് എത്ര കമ്മിയാണെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് അത് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം ഇസ്ലാമിലെ കമ്പി പുരാണങ്ങളല്ലേ നമ്മൾ എടുത്ത് അലക്കുന്നത്, മുത്തുച്ചിപ്പിയെ വെല്ലുന്ന കഥകളല്ലേ എടുത്തിട്ട് അലക്കുന്നത്. ഒരു ഏപ്പടവും കാണാൻ പോകണ്ട. അപ്പോ ഈ പുസ്തകങ്ങളെ റഫറൻസ് സഹിതം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും ചിലരുടെ കുരുക്കൾ പൊട്ടും. ആ പൊട്ടിയ കുരുക്കളുടെ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. എന്നിട്ട് മാധ്യമങ്ങൾക്ക് രഹസ്യമായിട്ട് വിളിച്ചിട്ട് വാർത്ത കൊടുക്കുക. ഏതാണ്ടൊരു 8 വർഷത്തോളം പരിചയമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാവിലെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു.
കുറേ കാര്യങ്ങൾ ഇങ്ങനെ അവർക്ക് കുറച്ച് ഡേറ്റാസ് വേണം, സംസാരിക്കണം. ശരി, കുടുംബം, അഡ്രസ്സ്, എങ്ങനെ ഇവിടെ എത്തി, എന്താണ് പഠിച്ചത്, എവിടെയാണ് പഠിച്ചത്, എവിടെയാണ് പഠിപ്പിച്ചത്, എത്ര മക്കളുണ്ട്, മക്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരെ, മക്കൾ ഏത് സ്കൂളിൽ പഠിക്കുന്നു, എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു, എല്ലാം അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥര് പറഞ്ഞിട്ടുള്ള ഡ്യൂട്ടി ആയിരിക്കും ചെയ്തത്. ഇതാര് കൊടുത്ത കേസാ? ആഭ്യന്തരമന്ത്രി കൊടുത്ത കേസാ? ചെറിയ കേസാ അല്ല. ആഭ്യന്തരമന്ത്രിക്ക് എന്നെ ഒന്ന് പെടുത്തിയാലേ പറ്റൂ, എന്നെ നിശബ്ദമാക്കണം. അങ്ങനെ ഇസ്ലാമിനെ അങ്ങ് രക്ഷപ്പെടുത്താൻ പറ്റുമോ? ഒരാളെ മൗനിയാക്കിയാല് പറ്റില്ല. ആ വീഡിയോ എടുത്ത് നോക്കുമ്പോഴാണ് രസം. ഞാൻ ആ പോലീസ് ഓഫീസർക്ക് അതിന്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ചോദിച്ചു, അല്ല സാറേ, ഇതിനകത്ത് ഏത് വിഭാഗമാണ് കലാപ ആസൂത്രണം വരുന്നത്? എൻ്റെ പൊന്നു ടീച്ചറെ, ഇതിനകത്തിന്റെ പലവട്ടം ഞാൻ കേട്ടിട്ട് എനിക്കിതൊന്നും കാണാൻ പറ്റിയില്ല. ഏതു മതവിഭാഗവുമായിട്ടാണ് കലാപത്തിന് ശ്രമിച്ചത് എന്ന് പറയണ്ടേ? ഞാൻ അതിനകത്ത് അത്തരം വസ്തുതകളൊന്നും പറയുന്നില്ല. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം. ഇനിയും നമ്മുടെ മറിയ കുട്ടിച്ചേട്ടത്തി പറഞ്ഞ ഭാഗം മാത്രമേ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ കാക്കാമാർക്കുണ്ടോ വെളിവ് വീഴുന്നു? അവരിതെടുത്തങ്ങ് ആഘോഷിക്കുവാണ്. അല്ല പിന്നെ ജാമിത കേസിൽ കൂടി ഞാനൊരു വണ്ടി വിൽക്കാൻ ശ്രമിച്ചപ്പോ ഞാൻ പബ്ലിക്കിനോട് ജനം തെണ്ടുന്നു എന്നും പറഞ്ഞൊരു ഉസ്താദ് വീഡിയോ ഇട്ടിട്ടാണ് ഇന്നിവിടെ വരെ ഈ രൂക്ഷമായ മതവിമർശനങ്ങളിലേക്ക് വരെ ഞാൻ എത്തി നിൽക്കുന്നത്. പറയാം, വസ്തുതകൾ പറയാം, വിഷയങ്ങൾ പറയാം. എസ്കാസോ പോയി ചാവാ, നിന്റെ തന്തയോട് പറയടാ പോയി ചാവാൻ, എന്നിട്ട് ആദ്യം നീയും പോയങ്ങ് ചാവ്. എന്തിനാണ് നിന്നെ പോലുള്ള ആളുകളൊക്കെ ജീവിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. എല്ലാവരെയും കൊല്ലാൻ നടക്കല്ലേ? അല്ലെങ്കിൽ ഇരുമ്പ് നിക്കറിട്ടിട്ട് സിറിയയിൽ പോയി പൊട്ടിത്തെറിക്കടാ. ഒന്നും അല്ലെങ്കിൽ 72 മാറിടം തൊടുത്ത പെണ്ണുങ്ങളെ നിനക്ക് കിട്ടില്ലേ? നീയൊക്കെ എന്തിനാടാ ജീവിക്കുന്നത്? ഒരു കാര്യവുമില്ല. ഇവിടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യട്ടെ, ശ്രദ്ധിക്കണം. മറിയ കുട്ടിച്ചേട്ടത്തി 6 മാസങ്ങൾക്ക് മുമ്പ് ക്രൈം നന്ദകുമാറുമായി നടത്തിയ ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗങ്ങൾ ഞാൻ എടുത്ത് കാണിച്ചിട്ട് റിവ്യൂ ചെയ്യുകയാണ് ചെയ്തത്. ക്രൈം നന്ദകുമാറിനെതിരെ ഇവർക്ക് പറ്റുമോ? ക്രൈം നന്ദകുമാർ നിയമം അറിയുന്ന ആളാണ്. അയാളുടെ ഭാഗം ന്യായീകരിക്കാൻ, ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകും. അങ്ങനെ കുറെ മന്ത്രിമാരൊക്കെ അയാളെ കുറെ കറക്കിയതാ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എതിരെ പോകാൻ പറ്റില്ല. മറിയ കുട്ടിച്ചേട്ടത്തിക്കെതിരെ പോകാൻ പറ്റുമോ? ഇല്ല. അവർക്കൊരു രാഷ്ട്രീയ പിൻബലമുണ്ട്. അപ്പോൾ ഇതൊന്നുമില്ലാത്ത എന്നെ കൊടുക്കാനാണ് എളുപ്പമെന്ന് വിചാരിച്ചു. അപ്പോ വൈദ്യൻ കൽപ്പിച്ചതും പാല്, നമ്മുടെ മുക്രിയാസ് പ്രതീക്ഷിച്ചതും പാല്. ശരി, അങ്ങനെയാണെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്ക് ഇസ്ലാം മതത്തിന്റെ വിമർശനം കേൾക്കാതെ കിടന്നുറങ്ങാമല്ലോ. ഒരു പാവം പ്രവാസി ജാമിത, നീ തീർന്നോടാ. ഞാനാണോ നീയാണോ തീർന്നതെന്ന് എങ്ങനെ അറിയാടാ? ഇത് ജനാധിപത്യ രാജ്യമാണ്, മുഹമ്മദിന്റെ രാജ്യമല്ല. മുഹമ്മദിന്റെ ഗോത്രകാലത്തെ ഇസ്ലാം അല്ല ഇത് പാകിസ്ഥാനുമല്ല. അതുകൊണ്ട് എന്നെ തീർക്കൽ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കേണ്ടത് നമ്മുടെ മുക്രിയാസിന്റെയും കൂടി ആവശ്യമാണ്. പിടിച്ചു കെട്ടണം, എന്നിട്ട് ഇവനെ കൊണ്ടാണ് പറയുന്നത്. അവര് കാക്കാനൊന്നും കൂടിയിട്ട് കാര്യമൊന്നുമല്ല. അതിന്റെ അറിയിച്ചെടുത്തി മറിയ കുട്ടിച്ചേട്ടത്തി എന്താണ് പറയുന്നത് എന്ന് വ്യക്തമായിട്ട് കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് അങ്ങ് പിടിച്ചു കെട്ടണം, എന്നിട്ട് ഇവനെ കൊണ്ടാണ് പറയുന്നത്. അവര് കാക്കാനൊന്നും കൂടിയിട്ട് കാര്യമൊന്നുമല്ല. അതിന്റെ റിയാസൊന്നും ഒരു കാര്യമില്ല. റിയാസ് ഈ കാണിക്കണേണ്ട സത്യം പറയണം. റിയാസ് ഇത് പെറ്റുകളെയും മക്കളെയും കളിഞ്ഞിട്ട് ഇങ്ങനെ കൂടണമെങ്കിൽ അവനെ എത്ര ഉള്ളവനായിരിക്കണം? നല്ലവനാണോ? ഇയാക്കടെ മകള് നല്ലതാണോ? നമുക്ക് പിന്നെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ആരും ഒന്നും ഉണ്ടായിരിക്കണം. അല്ല പറയാനൊക്കെ ഉണ്ട്. അത്രയും പഴച്ച കുടുംബം ഉണ്ടോ അധികാരിക്ക് ഇങ്ങോട്ടത്തെ? അത്രയും പേട നമുക്കുണ്ടോ? ഇവന് പോലീസിനെ പിടിക്കാനും ഇവരുടെ കുടുംബത്തിൽ നിന്ന് വേണ്ട ആദ്യം പിടിക്കാൻ. ഭരണത്തിൽ മക്കളെ കളഞ്ഞാ ഇവൻ മന്ത്രിയാണോ? അറിയാ, രോഗം പിടിക്കാൻ നടക്കണ പെണ്ണുങ്ങളെ എടുക്കാൻ. അപ്പൊ ഇവൻ കാണുന്ന പെണ്ണുങ്ങളെ കിട്ടൂലേ?
കേട്ടൂല സ്വത്തുണ്ടെങ്കിൽ. അപ്പൊ ഇനി ഒരു മുഖ്യമന്ത്രി അയാളുടെ മകളുടെ കൂടെ കൂടിയില്ലേ? ഇപ്പൊ ഈ പിണറായിയുടെ മകടെ കൂടി ഇനി ജയിച്ചു പറഞ്ഞ മന്ത്രിക്ക് ഒരു പെണ്ണുണ്ട്, ഇവൻ അവിടെയും പോയല്ലേ? പോവുകയല്ലേ? ഏത് മന്ത്രിയായാലും വൃത്തിയോട് തന്നെ അവോളത്തി ചെറ്റാൻ പറയാ, ശരിയല്ലേ? അടുത്ത മുഖ്യമന്ത്രിയാണെന്നാ പറയുന്നത്. അതാ പറഞ്ഞ, ഇനി ആയില്ലെങ്കിൽ ഇതും വേറൊരു മുഖ്യമന്ത്രി ഉണ്ടായാൽ ഇവൻ ഈ പെണ്ണക്കളെ ആ മുഖ്യമന്ത്രിയുടെ മകളെ ആദ്യം കെട്ടിയതാണ്. അതെ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞ കെട്ട അവന് പ്രശ്നമല്ല, അവന് മുഖ്യമന്ത്രിമാരുടെ പെണ്ണങ്ങളെ വേണം. ഇതാണ് മുഖ്യമായ കാര്യം. ഇതൊന്നും ഉണ്ടായി തന്നെ പറ്റിയത്. അപ്പൊ അതാ പറഞ്ഞ ഒരു ഞണ്ടു പറഞ്ഞു അമ്മയോട് മകൾ പറഞ്ഞു, അമ്മേൻ്റെ അമ്മ ഇങ്ങനെ ചെഞ്ഞു നടക്കണേ. അമ്മയെന്ന് പറഞ്ഞേ വ്യത്യാസം വല്ലതും വന്നോ? അമ്മയും മകളും ഒരേ വലിയ അത് തന്നെ പിണറായിയുടെ മക്കൾ വീട്ടിലെ കാര്യം. അപ്പോ മറിയക്കുട്ടി ചേട്ടത്തി പറഞ്ഞ വിഷയമാണ് ഞാൻ എടുത്ത് റിവ്യൂ ചെയ്തത്. മറിയക്കുട്ടി ചേട്ടത്തി ഈ പറഞ്ഞതിലൊന്നും വ്യക്തിപരമായ കുടുംബപരമായ ഒരു അധിക്ഷേപവും നമ്മുടെ മന്ത്രി മുക്രിയാസ് കണ്ടില്ല. പിന്നെ എന്താ കണ്ടത്? ഞാൻ പറഞ്ഞത് മാത്രമേ കണ്ടുള്ളൂ. ഇവിടെ ഒരു വിഷയവുമില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം, കുറച്ച് നാളുകളായി ഞാൻ ഫേസ്ബുക്കില് ഖുർആനിനെ കുറിച്ചും ഹദീസിനെ കുറിച്ചും ജനങ്ങളെ പഠിപ്പിക്കുന്നു. മുസ്ലിം പൗരോഹിത്യം ആകെ ഹാലിളകി. sunna.com ഹദീസുകൾ കൊടുക്കുന്നു റഫറൻസ്. ഇസ്ലാമിക പ്രമാണങ്ങളിലെ ദാ ബുഖാരി ഇന്ന വചനം, ഹദീസ് ഇന്ന വചനം, അത് പറഞ്ഞ് തന്നെയാണ് കൊടുക്കുന്നത്. അതിന്റെ റഫറൻസ് അവിടെ ചേർക്കുന്നുമുണ്ട്. ഇവരെ കൊണ്ട് സഹിക്കാൻ പറ്റുമോ? ആ മുസ്ലിങ്ങളൊക്കെ ഈ പോസ്റ്റുകൾ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നു, അവര് ഷെയർ ചെയ്യുന്നു, അവര് പഠിക്കുന്നു, അവര് വിമർശിക്കുന്നു. അപ്പോ ഞാൻ കാരണമാണല്ലോ ആ മുസ്ലിങ്ങൾ ഇത് പഠിക്കുന്നത്. മുസ്ലിങ്ങൾ പഠിച്ചാ പോട്ടെ, അവരത് ഹൈഡ് ചെയ്ത് വെക്കും. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അലി താനൂര്, നിന്റെ തന്തയുടെ വീടും സ്ഥലവുമാണോടാ പറ്റിച്ച ആരെങ്കിലും കൊണ്ടുപോയത്? ആണോടാ? ഇപ്പൊ അതിരാത്രി തന്തയ്ക്ക് വിളി കേൾപ്പിക്കാതെ നോക്കടാ പോടാ. ഒരു റംസാനെ എഴുതിയിരിക്കുന്ന കമന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ടവടിസി, നീ ചലക്കണ്ട. ആദ്യം മലയാളം ഒന്ന് മര്യാദക്ക് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പഠിക്കടാ പോടാ. തെറി എഴുതാൻ വന്നിരിക്കുക. അക്ഷരത്തെറ്റില്ലാതെ മലയാളം പോലും മര്യാദക്ക് എഴുതാൻ അറിയില്ല, എഴുതാനും വായിക്കാനും അറിയില്ല. നിങ്ങൾക്ക് നിങ്ങളായിട്ട് ജീവിച്ചാ പോരായിരുന്നോ? വിടണ്ടേ? മര്യാദയ്ക്ക് സ്വസ്ഥമായി മതം ഉപേക്ഷിച്ച് എന്തെങ്കിലും ഒരു തൊഴിലെടുത്ത് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ ജീവിക്കാൻ അനുവദിക്കണ്ടേ? വിടാതെ പിടികൂടിയതാ, വിടാതെ ആക്രമിച്ചതാ. ഇവരുടെ പ്രഹരം കാരണം ജീവിക്കാൻ പറ്റാതെ വന്നു. അങ്ങനെ ഈ ആശയം ജനങ്ങളെ പഠിപ്പിക്കുമെന്ന് ഉറപ്പിച്ചിറങ്ങിയതാ. മെന്റൽ ഡിസോർഡർ നിന്റെ തന്തയ്ക്കാടാ കോസ്മിക്ക്. മറ്റുള്ള ആളുകൾ പഠിച്ചവനും റസൂലിനും ചീത്ത പറയുന്നുണ്ടാ? കണ്ടടാ നീയൊക്കെടാ അതൊക്കെ പറയിപ്പിക്കുന്നേ. പഠിച്ചവനും റസൂലിനെയൊക്കെ നമ്മൾ പറയണത് തന്നെ അതിന്റെ അപ്പുറത്തേക്കായിട്ട് മറ്റുള്ളവരും പറയണുണ്ടോടാ? കണ്ടാ? നിന്റെയൊക്കെ ഗുണവധികാരം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇവിടെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ ഗ്യാങ് ചെറുതല്ല. ഇസ്ലാമിനെ ആരെതിർക്കുന്നോ അവരെ പിടിച്ചു കെട്ടാൻ ഇവരൊരുക്കമാണ്. ഇന്നലെ താണ്ട ജാഫർ ചളിക്കോട് അവന്റെ മൊബൈൽ ഫോണും വാങ്ങിച്ചുകൊണ്ട് പോയി അവനെതിരെ 153 വകുപ്പ് കേസൊക്കെ ഇട്ടിട്ടുണ്ട് കൊടുവള്ളി സ്റ്റേഷൻ. ഇസ്ലാമിനെ ആരെതിർക്കുന്നോ അവരെ ഇവർക്ക് പൂട്ടിയേ മതിയാവൂ. കാരണം ഇസ്ലാമിനെ ആശയപരമായി സംവദിച്ച് രക്ഷപ്പെടുത്താൻ ഇവർക്ക് കഴിയുന്നില്ല. ഇസ്ലാം ശരിയല്ലല്ലോ. അതിനകത്ത് എന്തെങ്കിലും ആശയങ്ങൾ വേണ്ടേ ഒന്ന് ശരിയായി കിട്ടാൻ, ജനങ്ങളോടൊന്ന് പറയാൻ, ഈ കാലഘട്ടത്തിന് അനുസൃതമായ, ഈ കാലഘട്ടത്തിന് യോജിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വേണ്ടേ? മനുഷ്യന്മാർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ?
ഈ കാലഘട്ടത്തിൽ മനുഷ്യനോട് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ ഇസ്ലാമില്? അതില്ല. അപ്പോ ഇവർക്ക് എന്നോട് ഇത്രയധികം ശത്രുത തോന്നാൻ എന്താണ് കാരണം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുത തന്നെയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ അബ്ദുൽ നാസർ മദനിയെയും ഉസാമ ബിൻ ലാദനെയും ഒക്കെ അവരുടെ പോസ്റ്റുകൾ കാണുമ്പോൾ, അവരുടെ ഫോട്ടോകൾ കാണുമ്പോഴൊക്കെ വല്ലാത്ത ഒരു 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 എന്താണ് ഒരു ചോരത്തിളപ്പില്ലേ, ഇസ്ലാമിന്റെ ഒരു ചോരത്തിളപ്പ്. അവർക്ക് വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായി നിൽക്കുന്ന ഒരു ഒരു ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വികാരം ഏതൊരു സാധാരണ മുസ്ലിമും ചിന്തിക്കുന്നത് പോലെ ഇവർ ഈ മുസ്ലിം സമുദായത്തിനു വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു, പറയുന്നു, പഠിപ്പിക്കുന്നു. അബ്ദുൽ നാസർ മദനി പറയണത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇസ്ലാമിന്റെ മക്കളെ, ഇസ്ലാമിനു വേണ്ടി എന്നെ ഒരു കാലം പോയി മക്കളെ. ഓ, ഇസ്ലാമിന് വേണ്ടിയിട്ട് കാലൊക്കെ പോയി ത്യാഗമൊക്കെ ചെയ്ത മനുഷ്യനാണ്. ബോംബ് സ്ഫോടനങ്ങളൊന്നും ആ സമയത്ത് ആർക്കും അറിയില്ല. ശരി, ഇപ്പൊ അദ്ദേഹം രോഗിയാണ്, പോട്ടെ. ശരിയല്ലല്ലോ ശവത്തിൽ കുത്തുന്നത്, ചരിഞ്ഞു നടക്കുന്നവനെ ചവിട്ടി തള്ളിയിടുന്ന ഏർപ്പാട് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ടാകും, ഇരിക്കട്ടെ. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് സുഖമായി കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന എനിക്കില്ല. അപ്പൊ ഇവരെയൊക്കെ കാണുമ്പോൾ, അദ്ദേഹത്തിന്റെ ഒക്കെ പ്രസംഗം ഞാനൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ ഇവരുടെയൊക്കെ തലയിലാണല്ലോ ഇസ്ലാമിന്റെ സംരക്ഷണം ഇരിക്കുന്നത് എന്നായിരുന്നു അന്ന് ചിന്തിച്ചിരുന്നത്. അൽ ഖ്വയ്ദയുടെ നേതാവായ ഉസാമ ബിൻ ലാദൻ എന്ന സൗദി പൗരനെ അമേരിക്ക കൊലപ്പെടുത്തിയ സമയത്ത് അറിയാതെ വിങ്ങിപ്പോയി. ഏറ്റവും കൂടുതൽ വെറുക്കുന്ന രാജ്യത്തിന്റെ പട്ടികയിൽ അമേരിക്ക ഇടം പിടിച്ചു. ജോർജ് ബുഷ് എന്നൊക്കെ പറഞ്ഞ മനുഷ്യനാണോ ഇയാളൊക്കെ എന്ന് ചിന്തിച്ചു പോയി. ഉസാമ ബിൻ ലാദനെയും അതുപോലെ ത്രികൃത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പിടിച്ചെടുത്ത സദ്ദാം ഹുസൈനെയും അദ്ദേഹത്തിന്റെ ഉമിനീരൊക്കെ പരിശോധിക്കുകയും ബലിപെരുന്നാളിന്റെ അന്ന് അദ്ദേഹത്തെയും കൊല്ലുകയും ഒക്കെ ചെയ്തപ്പോ സദ്ദാം ഹുസൈന്റെ നെഞ്ചിൽ ഖുർആൻ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ തോന്നിയ ഒരു വൈകാരികത ഉണ്ടല്ലോ, അതൊന്നു വേറെ തന്നെയാണ് മക്കളെ. ഉസാമ ബിൻ ലാദൻ ലോകത്തെ നന്നാക്കാൻ ഇറങ്ങിയ ഒരു വിപ്ലവകാരിയാണെന്നും ഒരു ത്യാഗി വര്യനാണെന്നും ലോക മുസ്ലിങ്ങൾക്ക് നാളെ മാതൃകയാക്കേണ്ടുന്ന ഒരു പുതിയ മുഹമ്മദ് നബിയാണെന്നൊക്കെയാണ് അന്ന് വിചാരിച്ചിരുന്നത്. ഇന്ന് എനിക്കറിയാം അവരാരും മുസ്ലിങ്ങളുടെ ഹീറോ അല്ല. അവരാരും ഇസ്ലാമിന് വേണ്ടി ഒന്നും ചെയ്തവരല്ല. 6-ാം നൂറ്റാണ്ടിന്റെ ആ ഗോത്ര കിതാബിന്റെ സംസ്കാരം യഥാവിധി പാലിക്കാനും അതങ്ങനെ തന്നെ മുസ്ലിങ്ങളുടെ തലച്ചോറിലേക്ക് കുത്തിവെക്കാനും ശ്രമിച്ച് മതസൗഹാർദ്ദമില്ലാതാക്കുകയും മനുഷ്യൻ പരസ്പരമുള്ള വൈരത്തെ വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്തത്. 6-ാം നൂറ്റാണ്ടിൽ തന്നെ ആ കാലഘട്ടത്തിന് പോലും യോജിക്കാത്ത കാലഹരണപ്പെട്ട ഈ ഇസ്ലാം എന്ന ജനാധിപത്യ വിരുദ്ധവും ദേശവിരുദ്ധവും മതേതര വിരുദ്ധവും സർവോപരി സ്ത്രീ വിരുദ്ധവുമായ ശാസ്ത്രഗ്രന്ഥമാണ് ഇന്ന് എന്ന് ഇവരവകാശപ്പെടുന്ന ഗോത്ര പുസ്തകം. 6-ാം നൂറ്റാണ്ടിൽ പോലും പാടില്ല എന്ന് ശഠിച്ചിരുന്ന, 6-ാം നൂറ്റാണ്ടിന്റെ പോലും ധാർമ്മികതയ്ക്ക് യോജിക്കാത്ത ഈ കിതാബിലെ മൊറാലിറ്റി ഇന്നിപ്പോഴിതാ 21-ാം നൂറ്റാണ്ടിലെ ആധുനിക ജനതയുടെ തലച്ചോറിലേക്ക് നിർബന്ധിച്ച് കുത്തിവെക്കാൻ ശ്രമിച്ചതിനെ ഞാൻ എതിർക്കുന്നു. അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുന്നു. ഇതാണ് ഇവരുടെ കോൺസെപ്റ്റിൽ ഞാൻ ചെയ്ത തെറ്റ്. വേൾഡ് ട്രേഡ് സെന്റർ തകർത്ത ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ വിമാനം ഇടിച്ചു കയറ്റിയ രംഗം കണ്ട് മുഹമ്മദ് അത്ത എന്ന വ്യക്തിയോട് വല്ലാത്ത ഒരു അടുപ്പമാണ് തോന്നിയത്. അദ്ദേഹത്തിന് വേണ്ടി മരിക്കാൻ സാധിച്ചെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചു പോയി. സ്വന്തം ജീവൻ ബലി കൊടുത്തും അമേരിക്ക എന്ന ഭീകര രാഷ്ട്രത്തോട് പൊരുതിയ അത്ത, അങ്ങനെയാണ് അന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് അങ്ങനെ മനസ്സിലാക്കുന്ന ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. എനിക്ക് നേരം വെളുത്തുന്ന കരുതി എല്ലാവർക്കും നേരം വെളുക്കണമെന്ന് എനിക്ക് നിർബന്ധിക്കാൻ പറ്റുമോ?
അന്ന് മുഹമ്മദ് അത്തയോടും സുഹൃത്തുക്കളോടും ഒക്കെ തോന്നിയ ആരാധനയുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പുച്ഛം തോന്നുക. ഇങ്ങനായിരുന്നു ഇസ്ലാം. ഇത്ര വലിയ കോമഡി ആയിരുന്നു ഈ ആശയം. ഇതിനു വേണ്ടിയാണോ വർഷങ്ങളോളം ചെലവഴിച്ചത്, പഠിപ്പിച്ചത്? ഈ ആശയം ജനങ്ങളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഒതുക്കി വെച്ചത് എന്ന് ചിന്തിച്ചു പോകുക. 6-ാം നൂറ്റാണ്ടിലെ ആ ഗോത്ര പുസ്തകം വായിച്ചിട്ട് മനുഷ്യനെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പിഞ്ച് പൈതലുകളെ ജാതി നോക്കി മതം നോക്കി കഴുത്തറുക്കുന്ന ഒരു ജനത, ജൂത സ്ത്രീകളെ ബലാത്കാരം ചെയ്യുന്ന ഒരു ജനത, അവരോട് ലൈംഗിക വൈകൃതങ്ങൾ കാണിച്ച് വീഡിയോ പിടിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ഹമാസ് എന്ന കേരളത്തിന്റെ പോരാളികൾ. ഇതൊക്കെ തുറന്നു പറഞ്ഞാല് നമ്മളെ പിന്നെ കേസിൽ കൊടുക്കാതെ എന്തോ ചെയ്യും, കിട്ടിയാ കഷ്ണമാക്കും, നൂരേ വിട്ടും. ഇന്നലെ ഒരുത്തൻ എന്നെ കൊല്ലൂന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇവരോട് സഹതാപം തോന്നുക. ഇവരും ഇരകളാണ്, ഇവർക്കും അറിയില്ല ഈ മതപുസ്തകങ്ങളിനകത്ത് എന്താണുള്ളത് എന്നിവർക്ക് അറിയില്ല. നമ്മൾ ഈ പുസ്തകത്തിനകത്ത് ഇന്ന വസ്തുതകളാണുള്ളത്, ഈ കാലഘട്ടത്തിന് ഇത് യോജിച്ചതല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ നമ്മളെ തെറി വിളിക്കും. അത് മനസ്സിലാക്കാൻ തലയ്ക്കകത്ത് എന്തെങ്കിലും വേണ്ടേ? അതില്ലല്ലോ. അതുണ്ടെങ്കിൽ ഇവരെ നമ്മൾ മുസ്ലിം സുഹൃത്തുക്കൾ എന്ന് പറയൂ. എല്ലാ മുസ്ലിം സുഹൃത്തുക്കളും തലച്ചോറിനകത്തും തലയില്ലാത്ത ആളുകളൊന്നുമല്ല. തലയുമുണ്ട്, തലച്ചോറ് വർക്ക് ചെയ്യുന്ന ആളുകളുമുണ്ട്. പക്ഷെ അധികം ആളുകൾക്കും തുറന്നു പറയാൻ ഭയമാണ്. വർഷങ്ങൾക്ക് മുമ്പ് കോന്നി മാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ബായി എന്ന് പറയുന്ന ഒരാളുടെ റേഷൻ കടയുണ്ട്. അതിന് മുമ്പാണ്, ആ കടയുടെ മുമ്പിലാണ് അബ്ദുൽ നാസർ മദനിയുടെ പ്രസംഗം. അന്നെനിക്ക് ഒരു 12-13 വയസ്സുണ്ടാവും. എൻ്റെ വാപ്പച്ചി മരിച്ചിട്ട് ഉമ്മച്ചി ഇരിക്കുന്ന സമയമാണ്. മഴയുണ്ട് ഇവിടെ, നെറ്റ് പോയതാണ്. അങ്ങനെ വലിയ ജനസാഗരം വന്നുകൂടി. ഇത് വർഗീയതയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നതിന് എൻ്റെ കുഴപ്പമാണോ? നമ്മുടെ പുസ്തകത്തിലുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതിന് ഞാൻ എന്തു ചെയ്യാനാ? ഞാൻ പറയണതിന് ഉത്തരവാദി ഞാനാ. നിങ്ങൾ ഓരോന്ന് മനസ്സിലാക്കി ഗണിച്ചുണ്ടാക്കുന്നതിന് ഉത്തരവാദി ഞാനില്ല. ഇവളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് അറിയിക്കുന്നു. ആദ്യം ആരടാ? നിന്റെ തന്തയാണോടാ മന്ത്രി? നിന്റെ തന്തയാണോടാ പോലീസ്? എഫ്നിക് ക്ലിക്സ് തേവിടിച്ചി എന്ന അക്ഷരം തെറ്റാതെ ഇവിടെ വിളിക്കാം. ഉമ്മ തേവിടിച്ചാണോടാ? നിന്റെ ഉമ്മ തേവിടിച്ചെ പോലെ എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കലടാ. ഇവർക്ക് തെറി പറഞ്ഞ് തോൽപ്പിക്കണം. ചില സമയത്ത് തന്തയ്ക്ക് വിളിക്കുമ്പോൾ എൻ്റെ ഷടനോട് ഷാഠ്യല്ലേ പാടുള്ളൂ. ഇവര് പറയണതൊക്കെ കേട്ടുകൊണ്ടിരിക്കണം. എന്താ അത്ര നിർബന്ധം? ഞാൻ ആർക്കും ഇങ്ങനെ കരാറൊന്നും കൊടുത്തിട്ടില്ല. ചില സമയം ഞാനും പച്ചയായ മനുഷ്യനായിട്ട് മാറും. എന്നെ വിളിച്ചാൽ ചിലപ്പോൾ ഞാനും തിരിച്ചു വിളിക്കും. ബ്ലാക്ക് ജെറ്റ്, നീ പോടാ മലരെ. ഒരു ഭാഗം പ്രവാസി, കാമിത നിന്നെ പോലീസ് പൊക്കുകയാണ്, നിന്റെ ഉമ്മാടെ തുണി പൊക്കാതെ നോക്കിക്കോ. ചെല്ലേ ചെല്ലേ, ആരെങ്കിലും വന്നിട്ടേ നിന്റെ ഉമ്മാടെ തുണി പൊക്കാതെ നോക്കിക്കോ. ഓ, അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ. എന്നെ പൊക്കുന്നെങ്കിലൊക്കെ പൊക്കിക്കൊണ്ടാ, കുഴപ്പമൊന്നുമില്ല. ദാണ്ട് ഓരോരുത്തർ ഹദീസുകളല്ലേ എടുത്തിട്ട് നിങ്ങൾക്ക് നോക്കിക്കൂടെ? ചുണ്ട് കുടിക്കാറുണ്ടായിരുന്നു നബി എന്നൊക്കെ പറഞ്ഞു. ഇന്ന് ജനങ്ങൾക്ക് പേടിയൊന്നുമില്ല. ഇസ്ലാമിക പ്രമാണങ്ങളിൽ റഫറൻസ് അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് അവർ പറയും. അങ്ങനെ അബ്ദുൽ നാസർ മദനി വന്നു. ജനസാഗരങ്ങൾ ഒഴുകിയെത്തി. ഇന്നത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ ജനമഹാസമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ചതൊന്നും ഒന്നുമല്ല. അബ്ദുൽ നാസർ മദനിയുടെ പ്രസംഗം എവിടെയുണ്ടോ അവിടെ ജനങ്ങൾ. അങ്ങനെ RSSകാര് ബോംബെറിഞ്ഞന്റെ ഒരു കാല് പോയി മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ ഇങ്ങനെ പിടിച്ചെടുക്കും. സമദാനിയും അങ്ങനെ വാക്കുകൾ കൊണ്ട് മാനമാടുന്ന അത്ഭുത പ്രതിഭാസങ്ങളാണ് അവരൊക്കെ. അങ്ങനെ ഞാനങ്ങനെ കണ്ടു. ഞാനന്ന് ഭഗത് സിംഗിന്റെ ഒക്കെ ചരിത്രം വായിച്ചത്, അദ്ദേഹത്തിന്റെ ജീവചരിത്രമൊക്കെ ഓർത്തുപോയി. ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ, തൂക്കിക്കൊല്ലാനൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കിന് ഭാരത് മാതാ കീ ജയ് എന്നൊക്കെ വിളിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് അന്ന് തോന്നിയത്. അന്ന് ഒരു 13 വയസ്സുകാരിയുടെ ചിന്തയിൽ അബ്ദുൽ നാസർ മദനി എന്ന് പറഞ്ഞാൽ എന്തോ വലിയ മഹാസംഭവമായിരുന്നു. ഇത് എൻ്റെ കുഴപ്പമല്ല.
ഏതാണ്ട് നല്ലൊരു വിഭാഗം ആളുകളും ഇങ്ങനെ തന്നെയാ ചിന്തിക്കുന്നത്. അബ്ദുൽ നാസർ മദനിയെ കുറിച്ചും സദ്ദാം ഹുസൈനെ കുറിച്ചിട്ടും ഉസാമ ബിൻ ലാദനെ കുറിച്ചിട്ടും ഒക്കെ അവർക്ക് എന്തോ വലിയ സംഭവമാണ്. ഇവര് RSSനെ എതിർക്കാൻ വേണ്ടിയിട്ട് സംഘടനകൾ ഉണ്ടാക്കി, VHP എതിർക്കാൻ വേണ്ടിയിട്ട് സംഘടനകൾ ഉണ്ടാക്കി, തീവ്ര ഹിന്ദു സംഘടനകളെ എതിർക്കുന്ന ഇന്ത്യ രാജ്യം എന്നും ഒരു മതേതര രാഷ്ട്രമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ആദ്യം തന്നെ രംഗപ്രവേശം ചെയ്യുന്നത്. പക്ഷേ പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവർ വിൽക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിന്റെ മതേതരത്വമാണ്, ഇന്ത്യയുടെ ജനാധിപത്യമാണ്, നമ്മുടെ നാടിന്റെ ദേശീയതയെയാണ്. ഇവര് വിപണനം ചെയ്യാൻ ശ്രമിക്കുന്നത് ഇസ്ലാം എന്ന ആഗോള ഭീകരവാദമാണ് എന്ന് തിരിച്ചറിയാൻ എനിക്ക് വർഷങ്ങൾ ഇത്രയും വേണ്ടി വന്നു. ഇസ്ലാം എന്ന് കേട്ടാല് ചക്കരക്കുടമാണ്, ശരി. അതിനകത്തുള്ളത് നല്ല പഴുത്ത വിളഞ്ഞ കാന്താരിമുളകാണ് എന്ന് മറക്കരുത്. അതെ, തൊട്ട് നക്കിയവർക്കറിയാം, എല്ലാ നക്കികൾക്കും അറിയാൻ പറ്റത്തുമില്ല. നമ്മുടെ നാട്ടില് ഭീകരതയും തീവ്രവാദവും വളർന്നു വന്നതില് ഏറ്റവും കൂടുതൽ തറക്കല്ലിട്ടത് ആരാണെന്നറിയാമോ? ഈ അബ്ദുൽ നാസർ മദനിയെ പോലെയുള്ള ആളുകളാ. എന്തിനാ അവരുടെ സിമി എന്ന സംഘടന നിരോധിച്ചത്? ഓരോ സംഘടന നിരോധിക്കുമ്പോഴും പുതിയ ഓരോരോ സംഘടനകൾ ഇവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നമെന്ന് മദ്രസ തലങ്ങൾ മുതൽ നമ്മൾ പഠിച്ചു. അവിടെ രാജ്യസ്നേഹമില്ല, മാനവികതയില്ല, ധാർമ്മികതയില്ല. അവിടെ 3-3.5 വയസ്സ് മുതൽ തലച്ചോറിലേക്ക് ഇൻജക്ട് ചെയ്യപ്പെടുന്നത് അത്രയും ഞാനൊരു മുസ്ലിമാണ്, അവനൊരു കാഫിറാണ്, ഞാൻ സ്വർഗത്തിന്റെ അവകാശിയും അവൻ 7-ാം നരകത്തിന്റെ കീഴാം നരകത്തിൽ കിടന്നെരിയേണ്ടുന്ന വിറക് കൊള്ളിയുമാണ് എന്നാണ് അവിടെ മുതൽ പഠിപ്പിച്ചു കിട്ടുന്നത്. തീവ്രവാദികളൊക്കെ ഇരുമ്പ് നിക്കറിട്ട് കല്യാണ സാധനം ഉടയാതെ ബാക്കിയൊക്കെ ചിന്ന ഭിന്നമായി പൊട്ടിത്തെറിപ്പിക്കുന്നത് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് നമ്മളൊക്കെ അന്ന് വിശ്വസിച്ചിരുന്നു. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന മതബോധം കൊണ്ട് നമ്മൾ ചിന്തിച്ചതാണ് അതങ്ങനെ ആയിരിക്കുമെന്ന്. ഖുർആനില് 6623 വചനങ്ങളിൽ ഒന്നെങ്കിലും മനുഷ്യനെ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന വചനമുണ്ടോ? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്ന് ഖുർആനിലുണ്ട്. വിശ്വാസികളെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്. ഇന്നമന്നാസു ഇഖ്വ, ജനങ്ങളെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് എന്നില്ല. സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നില്ല, പരസ്പരം കഴുത്തറുക്കാൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് കാലഹരണപ്പെട്ട ആ ഗോത്രകാലത്തെ ജനങ്ങൾക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത മാനവികതയില്ലാത്ത ഒരു ഗ്രന്ഥമാണ്, ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന മതം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇതിൽ വിശ്വസിക്കാത്ത ആളുകളെ കൊന്നുകളയണം. ഇതിൽ വിശ്വസിച്ച് ഇതുമായിട്ട് മുന്നോട്ട് പോയാലോ അവർക്ക് സ്വർഗം കിട്ടും, മദ്യപ്പുഴ കിട്ടും, 72 ഹൂറികളെ കിട്ടും, പൊരിച്ച മീനിന്റെ കരളും കട്ടിത്തേനും കിട്ടും. നമുക്ക് വർണ്ണിക്കാൻ സാധിക്കാത്തത്ര സുഖ സൗകര്യങ്ങൾ ലഭിക്കും. ഇതൊക്കെ വാഗ്ദാനം ചെയ്യുന്ന ഒരു പടച്ചവൻ ശരിയായിട്ടും കാരുണ്യവാനല്ല എന്ന് വിശ്വസിച്ചു പോയാൽ നമ്മൾ കൊല്ലപ്പെടണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിന്റെ മാനവിക മൂല്യങ്ങൾ ഈ ഗ്രന്ഥത്തിനകത്ത് പരിശോധിച്ചിട്ട് കാര്യമുണ്ടോ? 6-ാം നൂറ്റാണ്ടിലുള്ളതുണ്ടോ? 6-ാം നൂറ്റാണ്ടിലുള്ള മാനവികത തൊട്ടു തീണ്ടിയിട്ടുണ്ടോ ഇതിനകത്ത്? ഇന്ന് ഇവരാൽ കൊല ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യനെ ഓർത്തു പോകുക. ഇസ്ലാമിന്റെ കാരുണ്യമൊന്ന് മനസ്സിലാക്കാൻ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 10,000-ഓളം മനുഷ്യരുടെ വേദനകൾ, അവരൊക്കെ നമ്മളാൽ കൊല ചെയ്യപ്പെടേണ്ടവരാണ് എന്ന ഇവരുടെ വിശ്വാസത്തെ ഓർത്തു പോകുക. അവരൊന്നും ജീവിക്കേണ്ടവരല്ല, അവരൊക്കെ നമ്മളുടെ കരങ്ങളാൽ കൊല ചെയ്യപ്പെടേണ്ടവരാണ് എന്ന് വിശ്വസിച്ചു പോകുന്നു ഇവർ. അതുകൊണ്ടാണ് ഇസ്രായേലിനോട് പിന്തുണ പ്രഖ്യാപിക്കാൻ ഇവർക്ക് കഴിയാതെ പോകുന്നത്. ഇസ്രായേലിലെ ജൂത സ്ത്രീകൾ ഹമാസ് ഭീകരരാർ കൊല ചെയ്യപ്പെടേണ്ടവരാണ് എന്ന് ഇവർ വിശ്വസിക്കുന്നു.
ജൂതപ്പെണ്ണ് പ്രസവിച്ചതിന്റെ പേരിൽ, ജൂതപുരുഷൻ ഉണ്ടാക്കിയതിന്റെ പേരിൽ ആ കുഞ്ഞ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മളുടെ കരങ്ങളാൽ കഴുത്തറുക്കപ്പെടേണ്ടവനാണ് എന്ന് ഒരാള് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ മത കിതാബും കയ്യിലെടുത്താണ് ചിന്തിക്കുന്നതെങ്കിൽ, ആ മത കിതാബിനെ വിമർശിച്ചു, ആ ആശയത്തെ വിമർശിച്ചു എന്നതാണ് എന്നിൽ ഇവർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റം. അതല്ലാതെ നമ്മുടെ മുക്രിയാസിനെ ഞാൻ വ്യക്തിപരമായി അധിക്ഷേപിച്ചെന്നോ വിമർശിച്ചെന്നോ ഭാര്യയെ അധിക്ഷേപിച്ചെന്നോ ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഞാനതൊന്നും ചെയ്തിട്ടുമില്ല. ഞാൻ ആ വീഡിയോ രാവിലത്തെ ലൈവിൽ കാണിച്ചതുകൊണ്ടാണ് ഇപ്പൊ കാണിക്കാത്തത്. ഈ ഇസ്ലാം എന്ന ആശയത്തെ വിമർശിക്കുമ്പോൾ മുസ്ലിങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല. സ്വാഭാവികമാണ്. അവരിഷ്ടപ്പെടുന്ന ആശയത്തെ ആരെങ്കിലും എതിർത്താൽ അവരെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ, ഇസ്ലാം അല്ലാത്ത ആളുകളെ കൊല്ലുന്നത് ഐസിസ് മാത്രമാണെന്നാണോ? ഹമാസ് മാത്രമാണെന്നാണോ? ലഷ്കർ ഇ ത്വയ്ബയും ഹിസ്ബുല്ലയും അൽ ഖ്വയ്ദയും ഒക്കെ മാത്രമാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അല്ല. റഷ്യയിലെ സംഗീത പരിപാടിയിൽ ബോംബ് വെച്ച് 100 കണക്കിന് ആളുകളെ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു കൊല ചെയ്യുമ്പോൾ അവരെ നമുക്ക് ഐസിസ് എന്ന് വിളിക്കാം. ആ 100 കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാ? മുസ്ലിം മാതാപിതാക്കളുടെ മക്കളല്ലാത്തത് കൊണ്ട്. ഇസ്ലാമിനെ മതമായിട്ട് അവർ അംഗീകരിക്കാത്തത് കൊണ്ട് അവർ കൊല ചെയ്യപ്പെടേണ്ടവരാണ്. ഇവിടെ PT കുഞ്ഞുമുഹമ്മദിന്റെ തിരക്കഥയുടെ രീതിശാസ്ത്രം എന്ന് പറയുന്ന എന്ന നോവൽ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ ഭാഗം എടുത്ത് ഡിഗ്രി മലയാള പേപ്പറിൽ ചോദ്യപേപ്പറിൽ ഇട്ടു ചിഹ്നം മാറ്റി എഴുതുന്നതിന് വേണ്ടി. ജോസഫ് മാഷിന്റെ കയ്യങ്ങ് വെട്ടി. അതിനകത്ത് മുഹമ്മദ് എന്ന ഒരു പരാമർശം ഉണ്ടായിരുന്നു. ആ പുസ്തകം എഴുതിയ PT കുഞ്ഞുമുഹമ്മദിന് കുഴപ്പമില്ല. ആ പുസ്തകം അംഗീകരിച്ച അതോറിറ്റിക്ക് കുഴപ്പമില്ല. അത് അച്ചടിച്ച പ്രസ്സിന് കുഴപ്പമില്ല. ആ പുസ്തകം വാങ്ങുകയും വായിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത ഒരാൾക്കും പ്രശ്നമില്ല. അതിന്റെ ചെറിയ ഒരു ഭാഗം അടർത്തിയെടുത്ത് ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയ, തൻ്റെതായിട്ടൊന്നും ചേർത്തിട്ടില്ല, ഒരു മതനിന്ദയും നടത്തിയിട്ടില്ല. ആ മനുഷ്യന്റെ കയ്യും കാലും വെട്ടുന്ന സമയത്ത് അവരുടെ പേര് പോപ്പുലർ ഫ്രണ്ട് എന്നാണ്. റഷ്യയിലാണ് ഒരുപാട് ജീവനുകൾ അപഹരിക്കുന്ന സമയത്ത് അവരെ നമുക്ക് ഐസിസ് എന്ന് വിളിക്കാം. സംഘടനയുടെ പേര് മാത്രമേ മാറുന്നുള്ളൂ. ഇവരുടെ ലക്ഷ്യവും സ്വഭാവവും ഒന്ന് തന്നെയാണ്. ഇസ്രായേലില് ജൂത സ്ത്രീകളെയൊക്കെ പബ്ലിക്കായിട്ട് തുണി ഉരിഞ്ഞ് കൂട്ടബലാത്കാരം ചെയ്യുന്ന സമയത്തും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പൈതലുകളെ പിടിച്ചു മലർത്തിക്കിടത്തി കഴുത്തറുക്കുന്ന സമയത്തും അവർ ഐസിസുമല്ല, PFIയുമല്ല, ഹമാസ് എന്നാണ് അവരുടെ പേര്. ലക്ഷ്യം ഒന്ന് തന്നെ, മാർഗം ഒന്നു തന്നെ, രീതിയും ഒന്ന് തന്നെ. പിന്നെന്താ മാറ്റം? സംഘടനയുടെ പേര് മാത്രം മാറുന്നു. മനസ്സിലായോ? ഇതിനെ എതിർക്കുന്നതാണ് ഞാൻ ചെയ്യുന്ന തെറ്റെങ്കിൽ എതിർക്കാൻ തന്നെയാണ് തീരുമാനം. മനുഷ്യത്വത്തിനെതിരായ ആശയങ്ങൾ, ഈ രാജ്യത്തിന്റെ മൊറാലിറ്റിക്ക് നിരക്കാത്ത ആശയങ്ങളെ നമ്മുടെ തലയിൽ കെട്ടിവെച്ച് അതിനെ നിരാകരിച്ചാൽ നമ്മൾ കൊല്ലപ്പെടണം എന്ന് പറയുന്ന ഒരു ആശയത്തെ വിമർശിക്കാതെ പിന്നെ ബംഗ്ലാദേശില് 30 ലക്ഷം ആളുകളെ കൊല്ലുകയും 3 ലക്ഷം സ്ത്രീകളെ ബലാത്കാരം ചെയ്യുകയും ചെയ്യുമ്പോൾ അവരുടെ പേര് ജമാഅത്തെ ഇസ്ലാമി എന്നാണ്. നമ്മുടെ നാട്ടിലുണ്ട് അതേ വിഭാഗം. എന്ത് മനസ്സിലായി? ഈ മതം തുടങ്ങിയ കാലം മുതൽ ഈ മണ്ണ് കാണുന്നത് അത്രയും മനുഷ്യരക്തങ്ങളാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും കണ്ണുനീരാണ്. വേറൊരു മതത്തിൽ ജനിച്ചതിന്റെ പേരിൽ അവരോട് എത്ര വലിയ ക്രൂരതകൾ ചെയ്താലും ഇവരുടെ മനസ്സലിയില്ല. ആ രൂപത്തിലാണ് ഇവരുടെ ബ്രെയിൻ ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത്. 1921
മലബാറിന്റെ മണ്ണിൽ ഓർമ്മയില്ലേ? ഏറനാട്, വള്ളുവനാട് താലൂക്കുകളൊക്കെ ഓർമ്മയില്ലേ? വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും ചേക്കുട്ടിയെയും ഒക്കെ ഓർമ്മയില്ലേ? രാമസിംഹനെ ഓർമ്മയില്ലേ? അതൊക്കെ മറക്കാൻ പറ്റുമോ? ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയുമോ? പച്ചയായി ഒരുപാട് മനുഷ്യരെ അരജീവനായും കാൽ ജീവനായും മുക്കാൽ ജീവനായും മനുഷ്യനെ കഷ്ണമാക്കി തുവ്വൂർ കിണറിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് അവരെ നമുക്ക് മാപ്പിളമാർ എന്ന് വിളിക്കും. കുറെ പ്രമാണിമാര് മുളക്കമ്പിന്റെ അറ്റം കൂർപ്പിച്ച് പോകുക. അപ്പോ മറ്റവരൊക്കെ വിചാരിച്ചത്രേ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും പോകുന്നത്. കാരണം ഒരുപാട് ആളുകൾ തുവൂർ കിണറിനകത്ത് കിടപ്പുണ്ടല്ലോ, ഒരുപാട് ചാറ്റുണ്ട്, എല്ലാം നോക്കാനുള്ള സമയവുമില്ല. ഒത്തിരിയുണ്ട്, എമ്പാട് കൂട്ടം. ആരോ ഒഴിഞ്ഞിരുന്ന ഹദീസുകൾ ഇടുന്നുണ്ട്. അമൽ ദിബേ ഒരുപാട് ഹദീസുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ലൈവ് ചാറ്റിൽ ഇടുന്നുണ്ട്. കാട്ടിലെ കമന്റ് ബോക്സിൽ ഇട്ടാൽ അത് അവിടെ കിടക്കില്ലേ? ലൈവ് ചാറ്റിൽ ഇട്ടാൽ ഹദീസുകൾ അങ്ങ് പോകുമല്ലോ. അതുകൊണ്ട് കേൾക്കുന്നുണ്ടോ? അമൽ ദിവേ 777737 നിങ്ങൾ ഇതേ കമന്റ് ബോക്സിലിടെ, എന്നാ പിന്നെ ആർക്കെങ്കിലും പ്രയോജനപ്പെടും. കുറെ പ്രമാണിമാരെ മുളക്കമ്പിന്റെ അറ്റം കൂർപ്പിച്ചുകൊണ്ട് പോകുക. അപ്പൊ എല്ലാരും വിചാരിച്ചു പാവം അരജീവനായിട്ടൊക്കെ തുവൂർ കിണറ്റിനകത്ത് കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ പോകുമായിരിക്കും. നോക്കുമ്പോ എന്താണ്? ആ കിടക്കുന്ന മനുഷ്യരെ കുത്തി 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 കൊല്ലുക. നിങ്ങൾ ചോദിച്ചു നോക്ക് രാമസിംഹനോട്. രാമസിംഹൻ അലി അക്ബർ പറഞ്ഞു തരും കണ്ണീരോടുകൂടിയ യാതനകളുടെ കഥകൾ. ഒരു മനുഷ്യരാണത്രേ. തല പെരുക്കുന്നതൊക്കെ കേൾക്കുമ്പോ എല്ലാ മനുഷ്യനും ഒരു ജീവൻ തന്നെയല്ലേ ഉള്ളൂ. സൂസൻ, ഞാൻ നുണയാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാ? നിങ്ങൾക്ക് സത്യം അറിയാമോ? അങ്ങ് പാണ. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായ സത്യം? നമുക്കൊരു കാര്യം നുണയാണ് എന്ന് പറയാൻ കഴിയണമെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു സത്യമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ ഞാൻ പറയുന്നത് നുണയാണ് എന്ന് നിങ്ങൾ തെളിയിക്കും. കേസ് കൊടുത്ത് ഉള്ളിലാക്കുന്നതിലും ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കുന്നതിലും ഇസ്ലാമിന്റെ ആശയം ആരും അറിയരുത് എന്ന് മനസ്സിലാക്കി കഴുത്ത് വെട്ടുന്നതിലും അല്ല ഒരു മനുഷ്യൻ കഴിവ് കാണിക്കേണ്ടത്. സത്യമാണെങ്കിൽ തെളിയിക്കണം. സത്യമാണെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയണം ഇതാണ് സത്യമെന്ന്. മലബാറിലെ തുവൂർ കിണറ്റിൽ കിടക്കുന്ന മനുഷ്യരെയൊക്കെ കൂട്ടമായി കൊല ചെയ്യുന്ന സമയത്ത് അവരെ നമുക്ക് മാപ്പിളമാർ, മലബാർ മാപ്പിളമാർ എന്ന് വിളിക്കാം. അഭിമന്യു എന്ന സഹപാഠിയുടെ നെഞ്ചിലേക്ക് ആഴത്തിലേക്ക് കത്തി കുത്തി ഇറക്കുന്ന സമയത്ത് അവരെ നമുക്ക് ക്യാമ്പസ് ഫ്രണ്ട് അഥവാ SDPI എന്ന് വിളിക്കാം. എന്താണ് ഇവരുടെ ലക്ഷ്യം ഈ കേരളക്കരയിൽ? അഫ്ഗാനിസ്ഥാനിൽ കൂട്ടമായി അഫ്ഗാനികളെ കൊല ചെയ്യുമ്പോഴും കൊമേഡിയന്റെ തല വെട്ടിയെടുക്കുമ്പോഴും അവരെ നമുക്ക് താലിബാനികൾ എന്ന് വിളിക്കാം. കാശ്മീരിലെ സാധാരണക്കാരെ കൊന്നുകൊല വിളിച്ച് അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് ആർമാദിക്കുമ്പോഴും അട്ടഹസിക്കുമ്പോഴും അവരുടെ പേര് ലഷ്കർ-ഇ തൊയ്ബ എന്നാണ്. ഇന്ത്യയിലെ വിമാനം റാഞ്ചിയെടുത്ത് കാഠ്മണ്ഡുവിൽ കൊണ്ടുപോയി വിലപേശുന്ന സമയത്ത് അവരെ നമുക്ക് ജെയ്ഷെ മുഹമ്മദ് എന്ന് വിളിക്കാം. വേൾഡ് ട്രേഡ് സെന്റർ തകർക്കുന്ന സമയത്ത് അൽ-ഖ്വയ്ദ, മ്യാൻമാറിലെ ബുദ്ധ സന്യാസികളെ ആക്രമിക്കുന്ന സമയത്ത് റോഹിംഗ്യൻസ്, സിറിയയിൽ കൂട്ടക്കുരുതി നടത്തുന്ന സമയത്ത് മാത്രമാണ് അവർ ISIS. നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ കൊണ്ടുപോയി കൂട്ടമായി കൂട്ടക്കൊല ചെയ്യുമ്പോഴും ക്രിസ്ത്യൻ പെൺകുട്ടികളെ കൊണ്ടുപോയി ബലാത്കാരം ചെയ്യുമ്പോഴും തട്ടിക്കൊണ്ടുപോയി മതം മാറ്റുമ്പോഴും ഒക്കെ അവരുടെ പേര് ബൊക്കോ ഹറാം. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മൊറോക്കോ മുതൽ കിഴക്കൻ ഏഷ്യയിലെ ഇന്തോനേഷ്യ വരെ 52 ഇസ്ലാമിക രാജ്യങ്ങളാണെങ്കിൽ മൊറോക്കോയിലെ സലഫി ജിഹാദിയ മുതൽ ഇന്തോനേഷ്യയിലെ ജുമാ ഇസ്ലാമിക വരെ ഇസ്ലാമിക തീവ്രവാദി സംഘങ്ങൾ 150 എണ്ണമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ലോകത്തിന്റെ നല്ല മനുഷ്യന്റെ മുഴുവനും നാശത്തിന്റെ വക്താക്കളാണിവർ.
ഇവരെ വളരെ കൃത്യമായി പഠിച്ച 2 ഭരണാധികാരികളെ എനിക്കറിയാം. ഒന്ന് ഇസ്രായേലിലെ നെതന്യാഹുവാണ്. ഇവരുടെ രീതികൾ വളരെ കൃത്യമായി പഠിച്ച ഒരു മനുഷ്യൻ. 2 ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോൺ ആണ്. അയാൾക്കും അറിയാം ഇവരുടെ രീതി. ഇവരെ നിൽക്കാൻ ഇടം കൊടുത്താൽ ഇരിക്കണമെന്നും, ഇരിക്കാൻ ഇടം കൊടുത്താൽ കിടക്കണമെന്നും, കിടക്കാൻ ഇടം കൊടുത്താൽ ഇവർക്ക് വീടുകൾ വേണം, പള്ളികൾ വേണം, മസ്ജിദുകൾ വേണം, മദ്രസകൾ വേണം, ഇസ്ലാമിക ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം, പിന്നീട് പെറ്റുപെരുക്കണം, പിന്നീട് നമ്മൾ മാത്രം മതി എന്ന ആശയത്തിലേക്ക് ഇവർ എത്തിപ്പെടും. ഒട്ടകത്തിനിരിക്കാൻ സ്ഥലം കൊടുത്തതുപോലെയാണിവർ. മാനവരാശിയുടെ ക്യാൻസറായി വളർന്നുകൊണ്ടിരിക്കുന്ന ആട്ടിൻ തോലിട്ട ചെന്നായകളാണ് ഇത്തരം ആശയങ്ങൾ പേര് ജീവിക്കുന്ന തീവ്രവാദികൾ. ഇവരുടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് പ്രാമാണികമായി ലോകത്തോട് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചതിന്റെ പേരിൽ ഇന്ന് ഞാൻ വേട്ടയാടപ്പെടുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നു. ഞാൻ നെതന്യാഹുവിന്റെ വാക്കുകൾ കടമെടുത്താൽ ഇസ്രായേലിനു വേണ്ടി മാത്രമല്ല, ഹമാസിനെ ഉന്മൂലനം ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മാനവരാശിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞില്ലേ? അതുപോലെ എനിക്ക് വേണ്ടി എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയല്ല ഞാൻ ഈ ആശയത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നത്. മാനവരാശിയുടെ സമാധാനത്തോടെ കൂടിയുള്ള നിലനിൽപ്പിന് വേണ്ടിയാണ്. നിങ്ങൾക്കത് ഇന്ന് മനസ്സിലാകത്തില്ല, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും കാശ്മീരിലെയും ഒക്കെ ആ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇറാനിലെ പാർസികൾ അനുഭവിക്കുന്നത്, ഇറാഖിലെ യസീദികൾ, ഈജിപ്തിലെ ഫെറോവമാർ, സൗദിയിലെ ഖുറൈശികൾ, മെസോപ്പൊട്ടേമിയയിലെ അസീറി ജനത, ഈജിപ്തിലെ ഫറാവോ, സിറിയയിലെ തുർക്കിയിലെ കുർദികള്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. സുഡാനിലെ, നൈജീരിയയിലെ, ലിബിയയിലെ ഇവിടുത്തെ ഒക്കെ ക്രിസ്ത്യാനികൾ, അന്യമതസ്ഥർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഈ മനുഷ്യരുടെ മുഴുവനും കണ്ണീരുകൾ വീഴ്ത്തി, ഇവരുടെ ചോരകൾ വീഴ്ത്തി, ഇവരുടെ തലകൾ വെട്ടി അരിഞ്ഞെടുത്തിട്ട് ഈ ലോകം മുഴുവനും അപകടകരമായ ഈ ഇസ്ലാം എന്ന ആശയത്തെ സ്പ്രെഡ് ചെയ്യിപ്പിക്കാനും വളർത്താനും പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്ന ഇവരുടെ ശരിയായ ലക്ഷ്യവും ആശയവും ജനങ്ങളെ ബോധ്യപ്പെടുത്തി എന്ന ഒരു തെറ്റാണ് ഞാൻ ചെയ്തത്. അത് നിങ്ങൾക്ക് തെറ്റാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് വെറുതെ തെറ്റാണ് എന്ന് തോന്നുന്നു, നിങ്ങൾക്കിത് ശരിയാണ് എന്ന് തോന്നാൻ കുറച്ചേറെ സമയങ്ങളെടുക്കും, ഒരുപാട് സമയമെടുക്കും ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. 1378 ഇന്ത്യയിൽ നിന്നൊരു ഭാഗം വേർപെടുത്തി ഒരു ഇസ്ലാമിക രാഷ്ട്രമായി മാറി ഇറാൻ. 76 ഇന്ത്യയിൽ നിന്നൊരു ഭാഗം വേർപെടുത്തി ഇസ്ലാമിക രാഷ്ട്രമായി അഫ്ഗാനിസ്ഥാൻ. 1947 ഒരു ഭാഗം ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി ഒരു ഇസ്ലാമിക രാഷ്ട്രമായി പാകിസ്ഥാൻ. 1971 ഇന്ത്യയിൽ നിന്നൊരു ഭാഗം വേർപെടുത്തി ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി ബംഗ്ലാദേശ്. 1952 1990 ഇടയിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ഇസ്ലാമികമായി മാറി കാശ്മീർ. കാര്യം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഇപ്പോഴീ കേരളക്കരയെയും ഇസ്ലാമിക സംസ്ഥാനമാക്കി മാറ്റാൻ ശ്രമിക്കുന്നില്ലേ? ഞങ്ങൾക്കൊരു സംസ്ഥാനം ഇങ്ങ് തന്നേരെ, ഞങ്ങൾ അതിന് മലദ്വാർ സംസ്ഥാനം എന്ന് പേരിടും. എന്നാ പിന്നെ ആരും ഇതിനകത്തേക്ക് കയറി വന്നിട്ട് വിമർശിക്കണ്ടല്ലോ. ഇപ്പൊ ഉത്തർപ്രദേശ്, അസം, കേരളം ഇതൊക്കെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആശയങ്ങൾ പേര് ജീവിക്കുന്നു. എപ്പോഴാണ് ഇൻഷാ അല്ലാഹ് ഇൻക്വിലാബ് എന്ന ഇസ്ലാമിക കൊടി ഈ 3 സംസ്ഥാനത്തും പൊങ്ങുന്നതെന്ന് മാത്രം നോക്കിയിരുന്നാൽ മതി. ഇവിടെ കേരളത്തിന്റെ മതേതരത്വത്തെ ഉണർത്താൻ ശ്രമിക്കുമ്പോൾ സംഖ്യകളെന്ന് വിളിച്ച്, ചാണകങ്ങളെന്ന് വിളിച്ച്, ഭ്രാന്തെന്നാരോപിച്ച്, മതവർഗീയതയുണ്ടാക്കുന്നു എന്നാരോപിച്ച്, സ്പർദ്ധയുണ്ടാക്കുന്നു എന്നാരോപിച്ച്, കലാപങ്ങൾ ഉണ്ടാക്കുന്നു എന്നാരോപിച്ച് നിങ്ങൾ നാവടപ്പിക്കാൻ ശ്രമിച്ചാൽ കൊല്ലാൻ പറ്റും, തോൽപ്പിക്കാൻ പറ്റില്ല.
ഇന്ത്യയിലെ മുസ്ലിം സന്ദേശത്തിന്റെ അവസാനത്തെ ഭാഗം നിങ്ങളൊന്ന് വായിക്കണം. മതത്തിന്റെ പേരിൽ ഇന്ത്യയെ തകർത്തത് ആരാണ് എന്ന് നിങ്ങൾ പഠിക്കണം. മുഹമ്മദ് അലി ജിന്നയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് നിങ്ങൾ പഠിക്കണം. കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ രക്തം ചിന്തിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നിങ്ങൾ പഠിക്കണം. മുഗളന്മാരും ചക്രവർത്തിമാരും സുൽത്താൻമാരും ഒക്കെ എന്തിനു വേണ്ടിയായിരുന്നു കാഫിറുകളുടെ രക്തത്തിനു വേണ്ടി ദാഹിച്ചത് എന്ന് നമ്മൾ പഠിക്കണം. ഹിന്ദുക്കളെ നിർബന്ധിപ്പിച്ച് ഇസ്ലാമിലേക്കാക്കാൻ ഇവരെന്തുകൊണ്ടാണ് ഇത്രയധികം ദാഹത്തോടുകൂടി, അരിശത്തോടുകൂടി, വ്യഗ്രതയോടുകൂടി ഓടിയെടുക്കുന്നത് എന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് മതഗ്രന്ഥങ്ങളുടെ ആവിർഭാവം നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ അന്തസത്ത എത്രമാത്രം മുസ്ലിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെടുന്നത്. ഓരോ ക്ഷേത്രങ്ങളും തകർത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് മിനാരങ്ങൾക്ക് തറക്കല്ലിടുമ്പോൾ, പള്ളികൾക്ക്, മസ്ജിദുകൾക്ക്, മദ്രസകൾക്ക് തറക്കല്ലിടുമ്പോൾ ബാബർ ഒരു മുസ്ലിം ആയിരുന്നു എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ കൂട്ടക്കൊല ആരാ ചെയ്തത്? മുംബൈയിൽ സ്ഫോടനം നടത്തിയത് ആരാണ്? ഇന്ത്യയിൽ പ്രവേശിച്ച 5 കോടി മുസ്ലിങ്ങളിൽ ഓരോ ബംഗ്ലാദേശിയും മുസ്ലിമായിരുന്നു, ഓരോ അഫ്ഗാനിയും മുസ്ലിമായിരുന്നു, ഓരോ പാകിസ്ഥാനിയും മുസ്ലിമായിരുന്നു. ഇന്ത്യൻ പാർലമെന്റിനെ ആക്രമിച്ച ആളുകൾ മുസ്ലിമായിരുന്നു. ഗോദ്രയില് കർസേവകരെ ജീവനോടെ ചുട്ടരിച്ചതും മുസ്ലിമായിരുന്നു. അസാമിൽ നിന്ന് ഹിന്ദുക്കളെ തുരത്തിയത് പാകിസ്ഥാൻ മുസ്ലിമായിരുന്നു. അജ്മൽ കസബ് മുസ്ലിമാണ്, ഗിലാനി മുസ്ലിമാണ്. 100 കോടി ഹിന്ദുക്കളെ വെട്ടിമുറിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത ഒവൈസി മുസ്ലിമാണ്. വന്ദേ മാതരം പാടാൻ പാടില്ല എന്ന് പറഞ്ഞവർ മുസ്ലിങ്ങളാണ്. കാശ്മീരിൽ മരിച്ചതായി ഇന്ത്യ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾ മുസ്ലിങ്ങളാണ്. ഹൈദരാബാദില് ഇന്ത്യയുടെ ത്രിവർണ പതാക കത്തിച്ചവർ മുസ്ലിങ്ങളാണ്. ഈ കേരളത്തിൽ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും പടർത്തിവിട്ട് കേരളത്തിന്റെ മതേതരത്വത്തെ നശിപ്പിക്കുന്നവർ ആരാണെന്ന് ചിന്തിച്ചാൽ മതി. രാജ്യത്തെ നശിപ്പിക്കാൻ പ്രതിജ്ഞയെടുത്തിറങ്ങിയവർ ആരാണ് എന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ നാടിന്റെ മതേതരത്വത്തെ തകർത്ത് ഈ ലോകം മുഴുവനും ഇസ്ലാമിന്റെ കുടക്കീഴിൽ കൊണ്ടുവരണം എന്ന് പ്രതിജ്ഞയെടുത്തിറങ്ങിയിരിക്കുന്നത്, ഒരു കയ്യിൽ കിതാബും ഒരു കയ്യിൽ ആയുധവും പിടിച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കിയാൽ മതി. ഇത് പറയുമ്പോ ഈ സത്യം പറയാൻ ധൈര്യമില്ലാത്ത ആളുകൾക്ക് ദഹിക്കില്ല. ഞാനിത് നിങ്ങളോട് തുറന്ന് സംവദിക്കുന്നത് എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടാണെന്നറിയാമോ? ഏതെല്ലാം പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടാണെന്നറിയാമോ? കേസുകൾ അതിന്റെ വഴിക്ക് വരും, പ്രശ്നമല്ല. പക്ഷേ തീർക്കാൻ വേണ്ടി ചോരക്കൊതിയുമായി വെട്ടി നുറുക്കാൻ പകയോടുകൂടി ഓടിയടുക്കുന്ന ആളുകളെയൊക്കെ പ്രതിരോധിക്കാൻ എനിക്ക് എത്ര നാള് പറ്റുമെന്നറിയില്ല. ഭീഷണികൾ, കൊലവിളികൾ, തെറിവിളികൾ, ഇതൊക്കെ അനുഭവിച്ചാലും ശരി, എന്തായിരുന്നാലും നനഞ്ഞു പോയി ഇനിയും കുളിച്ചു കയറാം. ആകെ മുങ്ങിയാൽ കുളിരില്ലെന്നല്ലേ? അതുകൊണ്ട് ഈ ആശയം വേദനയോടെയാണെങ്കിലും ശരി, അവസാനം വരെ പല കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയണം എന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ഈ ആശയം നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ചങ്കിലെ ചൈന ചതിക്കുമെന്നല്ലേ പറയുന്നത്? ഇസ്ലാമിനെ ഒരു മാനസിക രോഗമായിട്ട് ചൈന കണക്കാക്കുന്നത് എന്തുകൊണ്ടാ? ഈ ഇസ്ലാം എന്ന 6-ാം നൂറ്റാണ്ടിന്റെ മതം തലയ്ക്ക് പിടിച്ച ആളുകൾ ചൈനയിൽ കാണിച്ചു കൂട്ടുന്ന ഇൻഷാ അല്ലാ ഇൻകിലാബുകൾ കണ്ടിട്ട്, ഇസ്ലാം മത രാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി മറ്റു പല രാജ്യങ്ങളിലും ഇവര് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ കണ്ടിട്ട്, ഭ്രാന്തും സമാനതകളില്ലാത്ത ക്രൂരതകളും ഓരോ രാജ്യത്തും വലിഞ്ഞു കയറി ചെന്നിട്ട് ആ രാജ്യത്തിന്റെ ഉപ്പും ചോറും തിന്ന് അവര് കൊടുക്കുന്നിടത്ത് കിടന്ന് അവര് പിന്നീട് ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കും, സമത്വം കൊടുക്കും, പൗരത്വം കൊടുക്കും. ഇതൊക്കെ ആസ്വദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ജനതയെ ഇസ്ലാമിക മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് കണ്ടിട്ട്
ചൈന ഒരു നിഗമനത്തിലെത്തിയത് ഒരു മാനസിക രോഗമാണെന്ന്. തീവ്രവാദത്തിനെതിരെ പോരാടുന്നതിന്റെ ഭാഗമായി ചൈന മുസ്ലിം പള്ളികൾ അടച്ചുപൂട്ടി തകർത്തു. മദ്രസകളിൽ നിന്നാണ് തീവ്രവാദം ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിഷം തലയ്ക്ക് പിടിച്ച ഇസ്ലാമിക തീവ്രവാദികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഇസ്ലാം എന്ന തിരിച്ചറിവ് മദ്രസകളിലൂടെയാണ് വരുന്നതെങ്കിൽ മദ്രസകൾ അടച്ചു പൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് ചൈന എത്തിച്ചേർന്നു. താഴികക്കുടങ്ങളും മിനാരങ്ങളും പോലെയുള്ള ഇസ്ലാമിക വാസ്തുവിദ്യാ സവിശേഷതകൾ മറ്റു പല പള്ളികളിൽ നിന്നും അധികാരികളിൽ നിന്നും നീക്കം ചെയ്തു ചൈന. യാതൊരു വിധത്തിലുള്ള ഇസ്ലാമിക ആചാരങ്ങളും ചൈനയിൽ അനുവദനീയമല്ല. മറ്റ് രാജ്യങ്ങൾ ചൈനയെ കണ്ട് പഠിക്കണമെന്നാണ് ചൈന തന്നെ പറയുന്നത്. കാരണം ഇവര് പല രാജ്യങ്ങളിലും കാണിച്ചു കൂട്ടുന്ന അവസ്ഥകൾ, അതുകൊണ്ടാണ് ഇവരെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരുന്നത്, ഇവരെ കുറിച്ച് ഇത്രയ്ക്കും നിശിതമായി വിമർശിക്കേണ്ടി വരുന്നത്. എല്ലാ മുസ്ലിങ്ങളും ഈ രൂപത്തിൽ ഇസ്ലാം മത രാജ്യം ആഗ്രഹിക്കുന്ന ആളുകളാണെന്നല്ല പറയുന്നത്. എല്ലാവരും ഇതുപോലെ അമുസ്ലിങ്ങളുടെ ഒക്കെ കഴുത്തിൽ കത്തിവെച്ചിട്ട് ഇസ്ലാമിനെ വളർത്താൻ ശ്രമിക്കുന്നവരാണ് എന്നല്ല പറയുന്നത്. മറിച്ച് ഇത്തരം ആശയങ്ങൾ സത്യസന്ധമായി തുറന്നു പറയുമ്പോൾ ഇവർക്കിത് ദഹിക്കുന്നില്ല. അത് നമ്മുടെ കുറ്റമല്ല. പരസ്പരം കലാപമുണ്ടാക്കാൻ വെറുതെ ഒരു മതത്തെ കൂടെ പിടിച്ചിട്ടിട്ട് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഒരു വീഡിയോ ദൃശ്യവും കൂടി ഒന്ന് കാണിക്കാം. ആരാണ് ഇവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതെന്ന് നോക്കാം. അവരൊക്കെ താടിയുള്ള അപ്പൂപ്പന്മാരാണ്. അവർക്കെതിരെ ഒന്നും കേസിന് പോയിട്ട് ഒരു അക്ഷരം വിമർശിക്കാൻ പോലും ഇവർക്ക് പറ്റില്ല. സൗണ്ട് ഇടട്ടെ. രാഷ്ട്രീയ പിൻബലമുള്ള ആളുകൾ ഇവരുടെ ആശയങ്ങളെയോ ഇവരുടെ നിലപാടുകളെയോ ഇവരുടെ രീതികളെയോ ചോദ്യം ചെയ്താൽ പഞ്ചപുച്ഛമടക്കി കേട്ടുകൊണ്ട് നിൽക്കും. ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് ഇദ്ദേഹത്തെ വ്യഭിചാരി എന്നാണ് വിളിച്ചത്. കേട്ടോ. എന്താണ് കമ്മ്യൂണിസം? പിള്ളേർ കളിയല്ല, കുട്ടിക്കളിയല്ല. KM ഷാജി പ്രസംഗിച്ചല്ലോ, എന്താണ് കമ്മ്യൂണിസം നിങ്ങൾ തിരിച്ചറിയണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയാൽ നമ്മുടെ മുൻ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് നമ്മുടെ പിയാപ്പിളയാണ്, എന്റെ നാട്ടിലെ പിയാപ്പിളയാണ് അല്ലേ? പിയാപ്പിളയാണ്. ആരോടോ ഭാര്യ? ഇത് വിവാഹമാണോ? വ്യഭിചാരമാണ്, സിനയാണ്. അത് പറയാൻ തന്നെയാണ് വേണം, ചങ്കൂറ്റം വേണം. CH മുഹമ്മദ് വായിയുടെ നട്ടല് നാം പ്രകടിപ്പിക്കണം. പറയേണ്ട കാര്യം വെട്ടി തുറന്ന് പറയണം. ആരാന്റെ വിറക് വെട്ടികളെയും വെള്ളം കോരികളെയും സമുദായമാക്കി എന്റെ സമുദായത്തെ അധപ്പതിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് വെല്ലുവിളിച്ചത് CH ഈ കൊടി പിടിച്ചിട്ടാണ്. പിണറായി വിജയനല്ല, അവരുടെ കൂടെ നിന്ന് ഏത് സുൽത്താൻ നിന്നാലും ഈ കൊടിയുടെ ഇസത്തിന് തകർക്കാൻ സമ്മതിക്കില്ല. അത് നമ്മുടെ തീരുമാനമാണ്, ഹൃദയവികാരമാണ് ഈ പതാക. ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയും. ഇവർക്കൊക്കെ രാഷ്ട്രീയ പിൻബലമുണ്ട്. അതുകൊണ്ട് ഇവരെയൊക്കെ എടുത്തിട്ട് വിമർശിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി മറ്റൊരു വീഡിയോ കൂടി. നമ്മുടെ മുക്രിയാസ് എനിക്കെതിരെ കേസിന് പോയിരിക്കുന്നത് 2 മതവിഭാഗങ്ങളെ തമ്മിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന രൂപത്തിലല്ലേ? ആ കലാപം എന്താണെന്ന് തത്വമയിലെ രാജേഷ് പറയും. നമസ്കാരം. കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മരുമകനുമായ മുഹമ്മദ് റിയാസിന്റെ ഒരു തള്ള്, അതായത് റിയാസ് മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരെല്ലാം പതിറ്റാണ്ടുകളായി പാടി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതൊന്ന് കണ്ടു നോക്കാം. അത് മനസ്സിലാക്കണം. അന്ന് കണ്ണൂരിലെ കുപ്രചരണങ്ങളുടെ ഭാഗമായി ഒരു മുസ്ലിം പള്ളി ആക്രമിക്കപ്പെടാൻ വേണ്ടി പോയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് CPIM-ന്റെ മാങ്ങാട്ടിടം ലോക്കൽ കമ്മിറ്റി മെമ്പർ സഖാവ് UK കുഞ്ഞിരാമൻ ആ പള്ളിക്ക് ചിലർക്കൊപ്പം കാവൽ നിന്നു. നീ മാപ്പിളയുടെ സന്തതി എന്ന് പറഞ്ഞ് ആ UK കുഞ്ഞിരാമനെ RSSകാർ വകവരുത്തി.
അവിടെ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന് നേരെ കലാപം നടത്തരുത്, നമ്മൾ സാഹോദര്യത്തോടു കൂടി നിലകൊള്ളണമെന്ന് പറഞ്ഞ് ഒരു കറുത്ത ജീപ്പിൽ ഒരു ചുവന്ന പതാകയുമായി ഒരു ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ ഒരു അനൗൺസ്മെന്റ് വാഹനം പോയി. ആ അനൗൺസ്മെന്റ് വാഹനം മത സഹോദര്യത്തിന് ആഹ്വാനം ചെയ്തു. ആ അനൗൺസ്മെന്റ് വാഹനത്തിന് മുന്നിൽ അവർ പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ ജീവൻ പോയാലും ഞങ്ങൾ മത സഹോദര്യം ഈ തലശ്ശേരിയുടെ മണ്ണിൽ കാത്തു സംരക്ഷിക്കും. അതിന് നേതൃത്വം കൊടുത്ത ജീപ്പിന്റെ മുന്നിലിരുന്ന ചെറുപ്പക്കാരൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, സഖാവ് പിണറായി വിജയനാണെന്ന് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചറിയണം. ശരി, ഇനി എന്താണ് ഇതിലെ യാഥാർത്ഥ്യം എന്ന് പറയണ്ടേ? അത് മുസ്ലിം വിഭാഗത്തിലെ തന്നെ ഒരു സംഘടനയുടെ നേതാവ് തന്നെ പറയട്ടെ, അതല്ലേ അതിന്റെ ശരി? കേട്ടു. ിൽ കണ്ട മുസ്ലിമുകളെയൊക്കെ തെറി പറഞ്ഞും അവരെ ആക്രമിച്ചും ഈ ഹോട്ടലിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ ആരോ ഹോട്ടലിനുള്ളിൽ നിന്നും തങ്ങളെ ചെരുപ്പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സഖാക്കൾ കലാപങ്ങൾ അടിച്ചുവിടുകയായിരുന്നു. കണ്ണിൽ കണ്ട മുസ്ലിമുകളെയെല്ലാം ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് അങ്ങോട്ട് കലാപങ്ങൾ നടന്നു. പക്ഷേ നാം കൃത്യമായി അറിയണം, ഒരാളെ പോലും സഖാക്കൾ കൊന്നുകളഞ്ഞില്ല. എല്ലാവർക്കും പരിക്കുകൾ ഉണ്ടാക്കി, എല്ലാവരെയും ആക്രമിച്ചു. ഇസ്ലാമിക സമൂഹത്തെ, മുസ്ലിം സമൂഹത്തെ സാമ്പത്തികമായി നശിപ്പിക്കുക എന്ന ഒരു കൃത്യമായ അജണ്ട വെച്ചുകൊണ്ടായിരുന്നു തലശ്ശേരി കലാപത്തിൽ അതെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭീകരവാദികൾ അടിഞ്ഞാട്ടം നടത്തിയിരുന്നത്. 33 പള്ളികൾ തലശ്ശേരി കലാപത്തിൽ തകർക്കപ്പെട്ടു. ഇപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ പറയുന്നത് കലാപമെന്ന് നടത്തിയിരുന്നത് സംഘപരിവാരും RSSുമായിരുന്നു എന്നാണ്. എന്നാൽ നാം അറിയണം, 33 പള്ളികൾ ആ കലാപത്തിൽ തകർക്കപ്പെട്ടപ്പോൾ അതിൽ 15 തകർക്കപ്പെട്ട പള്ളികൾ നിലനിന്നിരുന്ന സ്ഥലത്ത് അന്നൊരു പേരിന് പോലും ഒരു RSSകാരൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഏത് RSSകാരനാണ് ഈ പള്ളികൾ തകർത്തത്? 15 സ്ഥലങ്ങളിൽ പേരിന് പോലും ഒരു RSS ഉണ്ടായിരുന്നില്ല. അതൊക്കെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. ഈ 33 പള്ളികളും തകർത്തു. പിണറായി പാറപ്പുറത്തും ഒരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു. ഡിസംബർ 30-ാം തീയതി ആ മുസ്ലിം പള്ളി ആക്രമിക്കപ്പെടുകയുണ്ടായി. എവിടെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്? ഇസ്ലാമിക സമൂഹത്തിന്റെ സംരക്ഷണ ഉത്തരവാദിത്വം മൊത്തത്തിൽ ഏർപ്പെടുന്ന പള്ളിക്ക് വേണ്ടി ഷഹാദത്ത് വരിച്ച കുഞ്ഞിരാമന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങളാണെന്ന് മുസ്ലിമുകളോടൊപ്പം നിൽക്കുന്നവരെന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ പാർട്ടി ആദ്യമായി കേരളത്തിൽ കൊടികുത്തി വാണിരുന്ന പിണറായി പാറപ്പുറത്തുള്ള ഒരു പള്ളി ഡിസംബർ 30-ാം തീയതി തകർക്കപ്പെടുമ്പോൾ അന്നത്തെ ദിവസം തകർത്ത് പൂർത്തീകരിക്കാൻ കഴിയാതെ രണ്ടാമത്തെ ദിവസം 31-ാം തീയതി വന്ന് പൂർണ്ണമായി ആ പള്ളി തകർക്കുമ്പോൾ എന്തുകൊണ്ട് ആനത്തമുള്ള അട്ടല്ലിനുറപ്പുള്ള ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും ആ പള്ളി തകർക്കാൻ വന്നവരെ തടയാനുണ്ടായപ്പോ എന്താ അതിനൊരു കാരണം? അവസാനം അന്വേഷണമൊക്കെ നടന്നിട്ട് പ്രതികളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ നമുക്കറിയോ, സംഘപരിവാരം പൊളിച്ചു കളഞ്ഞു എന്ന് പറയുന്ന പള്ളികളുടെ ലിസ്റ്റിൽ ഈ പള്ളിയും എടുക്കുമ്പോ ആ തകർത്ത് കളഞ്ഞ കുറ്റവാളികളുടെ പേര് പുറത്തു വരുമ്പോ കേരളത്തിന്റെ ഇന്നത്തെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിന്റെ സഹോദരൻ പിണറായി കുമാരനും അതിലൊരു പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു അത്രേ. അയാളും ഒരു പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു അത്രേ. ഈ കള്ളക്കഥകൾ പറഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ സേവകരും സംരക്ഷകരുമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വിളിച്ചു പറയുന്നത്. നാം ഒന്നറിയണം, ഈ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന വ്യക്തി എന്നാണ് കൊല ചെയ്യപ്പെട്ടത്? തലശ്ശേരി കലാപം ഡിസംബർ 28 മുതൽ 31 വരെ 4 ദിവസം നീണ്ടുനിന്നു. കലാപമെല്ലാം ഒതുങ്ങി, അതിന്റെ അലയൊലികളെല്ലാം തീർന്ന് ജനുവരി 5-ാം തീയതിയാകുമ്പോ സഖാവ് കുഞ്ഞിരാമൻ കൊല ചെയ്യപ്പെടുകയാണ്. എവിടെ? പള്ളി മെഹ്റാബിൽ വെച്ചാണോ കൊല ചെയ്യപ്പെട്ടത്? പള്ളിയുടെ മുന്നിൽ വെച്ചാണോ കൊല ചെയ്യപ്പെട്ടത്? അല്ല, തൊട്ടടുത്തുള്ള ഒരു കള്ളുഷാപ്പിൽ കള്ളു കുടിക്കാൻ വന്ന ആളുകൾ തമ്മിൽ അടിപിടി ഉണ്ടായി. ആ അടിപിടിയെല്ലാം തീർന്നു കഴിഞ്ഞപ്പോ സഖാവ് കുഞ്ഞിരാമനും ഷഹീദായി. പള്ളി സംരക്ഷിക്കാൻ വന്നതല്ല, എങ്ങനെയുണ്ട്? ഒരു സംഘപരിവാർക്കാർ പോലും ഇല്ലാത്ത, ഒരു RSSകാരൻ പോലും ഇല്ലാത്ത സ്ഥലത്തെ 15ഓളം പള്ളികൾ തകർത്തിട്ട് അത് RSSന്റെ തലയിൽ വെക്കുകയാണ് ചെയ്തത്. ഷാപ്പിൽ കിടന്ന് അടിയുണ്ടാക്കിയിട്ട് കൊല്ലപ്പെട്ട ആളെ പോലും അവർ RSSകാർ കൊന്ന രക്തസാക്ഷിയാക്കി, അതും പള്ളിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഈ കഥ അന്തരിച്ച PT തോമസ് നിയമസഭയിൽ എടുത്തിട്ട് അലക്കി ഇവരെ ഒന്ന് കണ്ടം വഴി ഓടിച്ചതാണ്. ഈ കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ രക്തസാക്ഷി RSSകാർ കൊന്നെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി ഈ പള്ളി പൊളിച്ചതിന്റെ പ്രതികളെയൊക്കെ പിടിച്ചു വന്നപ്പോൾ
ഒരാൾ പിണറായി വിജയന്റെ സഹോദരനുമായിരുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ എത്ര മാത്രം കള്ളങ്ങളാണ് ഇവർ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുക. ഇത് കാണുമ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയും അതേപോലെ തന്നെ കോൺഗ്രസ്സുകാരും സംഘികളൊക്കെ പറയുന്നത് സത്യമാണ് എന്ന് വിശ്വസിക്കേണ്ടി വരുന്നത്. അത് മറ്റൊന്നുമല്ല, കമ്മ്യൂണിസ്റ്റുകൾ വാ തുറക്കുന്നത് കള്ളം പറയാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി മാത്രമാണെന്ന് ദാ തെളിഞ്ഞിരിക്കുകയല്ലേ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. അപ്പോ ആരാണ് രണ്ട് മതവിഭാഗങ്ങളെ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചത്? ആരാണ് ഇവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചത്? ആദ്യത്തെ പ്രഭാഷണത്തിന്റെ കുറച്ച് ഭാഗം നിങ്ങൾ കേട്ടില്ലേ? നമ്മുടെ മന്ത്രി മുക്രിയാസിന്റെ ആയിരുന്നു അത്. കാര്യം മനസ്സിലായില്ലേ? അപ്പോ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച് അത് വിജയിപ്പിച്ച് കാണിച്ചു തരുന്ന ആളുകൾ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഒരുവനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നത്തില്ലേ? നമ്മൾ കലാപമേ മതസ്പർദ്ധയെ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ആരെവിടെ എന്ത് പറഞ്ഞാലും അതാണെന്ന് തോന്നുന്നത് നമ്മുടെ കുഴപ്പമല്ല. നന്ദി.